ഫ്രണ്ട്സ്, ഉമ്മാൻ്റെ കൈപ്പുണ്യം ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വെറൈറ്റി, ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കൊണ്ടാട്ടം. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനുണ്ട് വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് ആദ്യം പരിചയപ്പെടാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 കിലോ ചിക്കൻ ഉണ്ട്. ആ 2 കിലോ ചിക്കന് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ, ചില്ലി ഫ്ലാക്സ്, സാൾട്ട്, ഗരം മസാല പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 കിലോ ഉള്ളി, ഒരു 50 ഗ്രാം പച്ചമുളക്, 50 ഗ്രാം മല്ലിയില, ഒരു 2 ചെറിയ ക്യാപ്സിക്കം, 2 ചെറുനാരങ്ങ, പിന്നെ കുറച്ച് പട്ട, കറാമ്പ, ഏലക്കായ്, പിന്നെ ഒരു റെഡ് ചില്ലി, പിന്നെ ടൊമാറ്റോ സോസ്, പാം ഓയിൽ. ഇനി ഈ ചേരുവകൾ എങ്ങനെ ചേർക്കാമെന്നും കൂടി നമുക്ക് നോക്കാം. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഈ ചിക്കൻ ഇടുകയാണ്. 2 കിലോ ചിക്കൻ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ച ചിക്കനാണ്. ഈ സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യാനുസരണം കട്ട് ചെയ്യാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്ന ചെറുനാരങ്ങ, 2 ചെറുനാരങ്ങ നീരിപ്പിക്കുകയാണ്. അപ്പോൾ ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ചേരുവകളെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കിട്ടുന്നവരെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. നിങ്ങൾക്ക് ആ ഉപ്പ് നിങ്ങൾ ആവശ്യാനുസരണം ചേർക്കാം. അപ്പോൾ ഇത് ഉപ്പ് ചേർത്തുന്ന ഒന്നും കൂടി ഞാൻ മിക്സ് ചെയ്യാണ്. ആദ്യം തന്നെ ചേർക്കേണ്ടതായിരുന്നു ഉപ്പ്, അത് ഞാൻ വിട്ടുപോയതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിത് നന്നായിട്ട് മസാല പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല നന്നായിട്ട് ചിക്കനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാനുള്ളതാണ്. ഇനി അടുത്ത നമുക്ക് മസാലക്കുള്ള സാധനങ്ങൾ റെഡിയാക്കാം. നമ്മൾ ഉള്ളിയെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ചിക്കനിൽ മസാല പിടിക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള പരിപാടി തുടങ്ങാം. ഇത് നമ്മൾ ഹോട്ടൽ സ്റ്റൈലാണ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് ഞാൻ ചിക്കൻ കൊണ്ടാട്ടം നിങ്ങൾക്ക് കാണിക്കുന്നത്. സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന വേറൊരു സ്റ്റൈലാണ്. ഇത് നമ്മളെ സ്റ്റൈലാണ്. അത് നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അധികം പണിയൊന്നുമില്ല. നമുക്ക് ചിക്കൻ വറുത്തെടുക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിക്കാം. മഴ കാരണം വിറകൊന്നും കത്തുന്നില്ല, നല്ല പുകയാണ്. നമുക്ക് ചെമ്പിലോട്ട് ഓയിൽ, പാം ഓയിലാണ് ഇത് ഒഴിച്ചിട്ട് ഇതിൽ നിന്ന് ചിക്കൻ കുറേശ്ശെ വറുത്തെടുക്കാം. ഓക്കെ, നമ്മൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ ഏകദേശം നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുക. എന്നിട്ട് അടുത്ത ചിക്കൻ ഇടാം. നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കൻ മൊത്തം വറുത്ത് കഴിഞ്ഞിട്ട് ഇതേ ഓയിലാണ് നമ്മൾ മസാല അടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചിക്കൻ മൊത്തം എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഈ പൊരിച്ച എണ്ണ വെച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. കുറച്ച് ഓയിൽ അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഓയിൽ എടുത്തിട്ട് മസാല അടിക്കാം. ചിക്കൻ മൊത്തം വറുത്ത് കഴിഞ്ഞ് ഇനി അതേ ഓയിൽ തന്നെ അതിൽ നിന്ന് ഓയിൽ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ ബാക്കി ഓയിലിൽ മസാല ഇടാം. അതിൽ ഞാൻ ഇട്ടിരിക്കുന്നത് കുറച്ച് ഉണക്കമുളകാണ്, ചുവന്ന മുളക് ഉണക്കത്. അതിൻ്റെ കൂടെ ഞാൻ 4 ഏലക്കായി, കുറച്ച് പട്ട, കുറച്ച് കറാമ്പ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്തതിന് ശേഷം കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലിനി ഒരു 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ണയിലൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം മൂത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച 1 കിലോ ഉള്ളി കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഒരു 5-6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, അധികം ചെറുതായിട്ട് കട്ട് ചെയ്യണ്ട. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഞാൻ ചിക്കൻ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ മസാലക്ക് കുറച്ച് ഉപ്പ് നിങ്ങൾ ആവശ്യം നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ നമ്മൾ ഒരു കറിവേപ്പിലയും കൂടി ഇതിലിടുന്നുണ്ട്. 3-4 അല്ലി കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യുക. എന്താ കറിവേപ്പില ഇട്ടപ്പോൾ ഒരു മണം ഉണ്ടല്ലോ, അടിപൊളി മണമാണ്. മസാല ഏകദേശം ഉള്ളി നല്ലോണം വാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാല കൂടി ചേർക്കാം. നമുക്കിത് ക്യാപ്സിക്കം ചേർക്കാനുണ്ട്. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് 2 ചെറിയ ക്യാപ്സിക്കം ഉണ്ട്, അതും കൂടി ഇതിൽ മിക്സ് ചെയ്യുക. ഈ മസാല ചേർക്കാം. ഞാൻ എടുക്കുന്ന 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അത് നിങ്ങൾക്ക് എരിവനുസരിച്ച് ഇടാം. ഓൾറെഡി ചിക്കൻ വറുത്ത ഓയിലിൽ എരിവുണ്ടാവും, ചിക്കൻ എരിവുണ്ടാവും. ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി. ഇതിലൊന്നും വഴറ്റിയെടുക്കാം. നമ്മൾ മുളകും മല്ലിയും മഞ്ഞളും നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇട്ടിരിക്കുന്നത് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ചില്ലി ഫ്ലാക്സ് ഇടാണ്. ഇതാണ് കൊണ്ടാട്ടൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണിത്. മുളക് ചതച്ചത്, ചുവന്ന മുളക് ചതച്ചത് 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതൊന്നും മിക്സ് ചെയ്യുക. നമ്മൾ മസാല വെള്ളം വഴറ്റിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് അല്പം വെള്ളം കൊണ്ട് ചേർത്ത് വെക്കാം. നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ആവശ്യമുള്ള ചേർത്താൽ മതി, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാം. പറ്റിക്കോളും ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചിക്കൻ കൊണ്ടാട്ടത്തിനുള്ള മസാല റെഡിയാണ്. ഇനി വെള്ളം ഒന്ന്
വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് ചിക്കനൊക്കെ മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് നല്ല എരിവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ആവശ്യമില്ല ചേർത്താൽ മതി, ഓപ്ഷനാണ്. നമ്മൾ വെള്ളം നല്ലോണം വയറ്റിയിട്ട് ഇതിൽ ചിക്കൻ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയിലയും ചേർക്കുന്നുണ്ട്. നമ്മളൊരു സ്പൂൺ കൂടി ചിക്കൻ ചില്ലി ഫ്ലാക്സ് 1.5 സ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ചിക്കൻ കൊണ്ടാട്ടം റെഡിയാണ്. നല്ലോണം ആയിട്ടില്ല. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം അടിപൊളിയായിട്ടുണ്ട്. നമുക്കിതെല്ലാം പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ചിക്കൻ കൊണ്ടാട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ചിക്കൻ പൊരിച്ചെടുക്കേണ്ട സമയം മാത്രമേ വേണ്ടൂ. ബാക്കിയെല്ലാം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കേണ്ട സാധനമാണ്. നല്ല അടിപൊളി ചപ്പാത്തി പൊറോട്ട എല്ലാം കൂടി തിന്നാൻ അടിപൊളിയാണ്. നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും അടുത്ത നല്ലൊരു വീഡിയോസ്, നല്ല റെസിപ്പിയായി വരുന്നവരെ സൈനിങ് ഔട്ട്.